ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്മിനേലിൽ കണ്ട അതായത് നാമം ജപിക്കാൻ, മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ ഇതിനൊക്കെ സമയക്കുറവും ബുദ്ധിമുട്ടും അതല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കിതിനൊന്നും വയ്യ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിതിനൊന്നും കഴിയുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ജപിക്കാൻ കഴിയുന്ന സർവ്വസാധാരണമായതും എന്നാൽ 100 ഇരട്ടിയല്ല 1000 ഇരട്ടി ഫലം നൽകുന്നതുമായ ഒരു ശ്ലോകമുണ്ട്. ദേവീ മഹാത്മ്യത്തിലെ സർവോത്തമമായ ശ്ലോകം കൂടിയാണ്, സർവ്വസാധാരണമായ ശ്ലോകമാണ്. ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ പോകുമ്പോൾ കാണുന്ന ശ്ലോകം കൂടിയാണ്. ഇതാണ് ആ ശ്ലോകം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഈ ശ്ലോകം മുടങ്ങാതെ ജപിച്ചോളൂ. ഒരു സങ്കടവും വേണ്ട. എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ദേവി നടത്തി തന്നോളൂ കേട്ടോ. ഗൗരി എന്ന സ്ഥലത്ത് ദേവി എന്നും ജപിക്കാൻ, രണ്ടും ജപിച്ചാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ ദേവി തന്നെയാണെല്ലാം. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തോ എപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിൽ അങ്ങനെ ജപിച്ചോളൂ. ഏത് സമയത്തും ജപിക്കാട്ടോ, ഒരു നിഷ്ഠയില്ലേ. നമ്മുടെ ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഇതങ്ങനെ ജപിച്ചാൽ മതി. എത്ര തവണ എന്നുമില്ല, എത്ര തവണയാണോ നിങ്ങൾക്ക് കഴിയുന്നത്. ഇനി ഒരു തവണ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല, അത് മതി. നമ്മുടെ ദേവി അത് കാണുന്നുണ്ട്, അത് മതി. ഒറ്റ പ്രാവശ്യമായാലും അത് മതി. നമ്മൾ എങ്ങനെയാണോ ജപിക്കുന്നത് അതാണ് ദേവി നോക്കുള്ളൂ. അതായത് ഈ തിരക്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിലും നമ്മളത് ജപിക്കുന്നുണ്ടല്ലോ, അത്രേ ദേവി കാണുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ ജപിക്കണം ഇങ്ങനെ ജപിക്കണം ഇതൊന്നും അവിടെ ദേവി നോക്കില്ല. നമ്മൾ ജപിച്ചില്ലേ അത് മതി. അതിനുള്ള ഫലം ദേവി തീർച്ചയായും നിങ്ങൾക്ക് തരും. രോഗമുള്ളവരായിക്കോട്ടെ, എന്തെങ്കിലും കാര്യം സാധിക്കാനായിക്കോട്ടെ, ദുഃഖ ദുരിതങ്ങളുള്ളവരായിക്കോട്ടെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിക്കോട്ടെ, ആർക്കു വേണമെങ്കിലും ജപിക്കാം. എന്ത് കാര്യവും ദേവി സാധിപ്പിച്ച് തന്നോളും. ജപിച്ചോളൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ചാനലിൽ എഴുതി കാണിക്കാൻ അറിയാത്തവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും എഴുതി കാണിക്കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്